വെൽക്കം ടു മോമീസ് കിഡ്സ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഡെലിവറിക്ക് ശേഷം ഉപയോഗിച്ച ഒരു ബ്രസ്റ്റ് പമ്പിനെ കുറിച്ചാണ്. മെഡലയുടെ സിം മാക്സി ഡബിൾ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ്. നമുക്ക് ആ ബ്രസ്റ്റ് പമ്പിൻ്റെ ഓരോ പാർട്സുകൾ പരിചയപ്പെടാം. ഇതാണ് ബോട്ടിൽ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇത് 150 ml ബോട്ടിൽ വിത്ത് ലിഡാണ്. മെംബ്രെയിന്, ബ്രസ്റ്റ് ഷീൽഡ്, ഇത് ബ്രസ്റ്റ് ഷീൽഡിനെ കവർ ചെയ്യുന്ന ഡിസ്പോസിബിൾ ബ്രസ്റ്റ് ഷീൽഡ്, കണക്റ്റർ, ട്യൂബിങ്സ്, ബ്രസ്റ്റ് പമ്പ്, ഇത് പവർ. ഇതെങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ആ സ്റ്റാൻഡിലേക്ക് നമ്മുടെ 150 ml ബോട്ടിൽ വെക്കുക. പിന്നെ കണക്ടറിൻ്റെ അകത്ത് നമ്മൾ ആ മെംബ്രെയിൻ വെച്ചതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനിയും ഈ കണക്ടർ നമ്മൾ ആ ബോട്ടിലുമായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുക. നന്നായിട്ട് മുറുക്കിയതിന് ശേഷം നമ്മുടെ ആ ബ്രസ്റ്റ് ഷീൽഡ് എടുത്ത് ആ കണക്ടറുമായിട്ട് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റേ കണക്ടറും അതുപോലെ തന്നെ ചെയ്യുക. മെംബ്രെയിൻ വെക്കുക, നന്നായിട്ട് പ്രസ് ചെയ്യുക. അതിനുശേഷം ആ കണക്ടർ ബോട്ടിലുമായിട്ട് കണക്ട് ചെയ്യുക. ബ്രസ്റ്റ് ഷീൽഡ് വെക്കുക. യൂഷ്വലി നമ്മൾ ഡ്യൂട്ടിയുടെ ഇടയ്ക്കൊക്കെ ആയിരിക്കും മിൽക്ക് പമ്പ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സമയമൊന്നും കാണത്തില്ലായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് മിൽക്ക് പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആ സമയത്ത് നമുക്ക് ഈ ഡബിൾ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ് ഭയങ്കര ഉപകാരപ്രദമാണ്. ഡിഫറെൻറ്റ് സൈസിലുള്ള ബ്രസ്റ്റ് ഷീൽഡാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി ട്യൂബിങ്സ് ആണ്. ട്യൂബിങ്സിന് 3 എൻഡാണുള്ളത്. ഒരെൻഡ് നമ്മുടെ ബ്രസ്റ്റ് പമ്പുമായിട്ട് കണക്ട് ചെയ്യുക. രണ്ടാമത്തെ എൻഡ് നമ്മുടെ ബോട്ടിൽസിൻ്റെ കണക്ടറുമായിട്ട് കണക്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമുക്ക് ആ പവർ കോഡ് നമ്മുടെ ബ്രസ്റ്റ് പമ്പുമായിട്ട് കണക്ട് ചെയ്യുക. സോ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ബ്രസ്റ്റ് പമ്പ് ഓൺ ആക്കുക. അപ്പോൾ നമുക്കൊരു ലൈറ്റ് കത്തും അവിടെ. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ബിസിയായി നമുക്ക് നിർത്തണമെന്ന് തോന്നിയാൽ നമ്മൾ പോസ് ചെയ്യുക. നമുക്കിനി വാക്യൂം പ്രഷർ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡ് ബട്ടൺ അമർത്തുക. അതിനുശേഷം വാക്യൂം പ്രഷർ നമുക്ക് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് സൈഡ് ബട്ടൺ അമർത്തുക. ഓഫ് ചെയ്യാനായി ഓൺ ചെയ്ത ബട്ടണിൽ തന്നെ അമർത്തുക. അപ്പോൾ എല്ലാവരും ഈ മെഷീൻ എങ്ങനെ പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് പഠിച്ചുവെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.